വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ബ്രസ്ട്രോയുടെ പുതിയൊരു മെറ്റാലിക് വാട്ടർ കളേഴ്സിൻ്റെ അൺബോക്സിങ്, റിവ്യൂ, സ്വാച്ചസ്, പിന്നെ 2 കുഞ്ഞു പെയിൻറ്റിങ്സുമാണ് ചെയ്യുന്നത്. സോ കീപ് വാച്ചിങ്. ഇതാണ് ബ്രസ്ട്രോയുടെ പുതിയ മെറ്റാലിക് വാട്ടർ കളേഴ്സിൻ്റെ ഒരു സെറ്റ്. ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഔട്ട് ഓഫ് കാർട്ടൺ ഞാൻ പുറത്ത് കളഞ്ഞു, അകത്തേക്ക് എടുത്തിട്ടില്ല. ഇതൊരു സീൽഡ് കവറിലാണ് വരുന്നത്. ഒരു പ്ലാസ്റ്റിക് റാപ്പ് ഉണ്ട്. ഇത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞു മെറ്റാലിക് ബോക്സാണ്. നല്ല സ്റ്റഡിയാണ്. ഇതിനടിയിൽ ഒരു റിംഗ് ഉണ്ട്. ഇങ്ങനെ നമുക്ക് പാലറ്റായിട്ട് ഉപയോഗിക്കാം. കയ്യിൽ തന്നെ ഒതുങ്ങാവുന്നതേ ഉള്ളൂ. വളരെ ചെറുതാണ്. പിന്നെ ഇത് തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. 2 സൈഡിലേക്കും കളർ മിക്സിങ് ഏരിയ ഉണ്ട്. സാധാരണ ഒരു മെറ്റാലിക് വാട്ടർ കളർ പാനിൻ്റെ ഒരു ഡിസൈൻ തന്നെയാണ്. ഒരു ട്രഡീഷണൽ ഡിസൈൻ തന്നെയാണിത്. പിന്നെ കളർ പാൻസിൻ്റെ മേലെ ഇതുപോലൊരു നല്ലൊരു കവറുണ്ട്. അതെടുത്ത് മാറ്റാം. ഇതിങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ലൊരു പേളിഷ് ലുക്കാണ് ഇതിങ്ങനെ കാണുമ്പോൾ. ഇനി ഇത് പേപ്പറിൽ സ്വാച്ച് ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. വൈറ്റ് ആൻഡ് ബ്ലാക്ക് പേപ്പേഴ്സിൽ സ്വാച്ച് ചെയ്ത് നോക്കാം. ഇത് പേൾ സിൽവറാണ്. കളർ ഫസ്റ്റ് എടുക്കുമ്പം ഒന്ന് റബ്ബ് ചെയ്യേണ്ടി വരും കുറച്ചൊന്ന്. പിന്നെ അത് ഈസി ആയിട്ട് പോകുന്നുള്ളൂ. ഇതിപ്പോൾ വെറ്റായിരിക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഷൈനിങ് ഒന്നും കാണില്ല. ഇത് ഡ്രൈ ആകുമ്പോഴാണ് ഇതിൻ്റെ ആ ശരിക്കുള്ള കളറും ആ ഒരു ഷൈനിങ്ങും നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഓരോ തവണയും കളർ എടുത്തിട്ട് നെക്സ്റ്റ് കളർ എടുക്കുന്നതിന് മുമ്പ് ബ്രഷ് നന്നായിട്ട് കഴുകണം. അല്ലെങ്കിൽ അത് കണ്ടാമിനേറ്റ് ചെയ്യും നെക്സ്റ്റ് കളറിലേക്ക്. ഇത് പേൾ ഗോൾഡാണ്. ഒരു യെല്ലോയിഷ് കളറാണ് ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത്. ഇത് ഗോൾഡ് ഡീപ്പ്. ഇതിൽ കുറച്ചൊരു ഓറഞ്ച് ടിൻ്റ് വന്നിട്ടുണ്ട്. അടുത്തത് ബ്രൗൺസ് ഷിമ്മർ. ഇത് കോപ്പർ ഷിമ്മർ. shimmering pink, amethyst purple, this sapphire blue, the mystic blue, blue green, moss green, graphite metallic. ഇപ്പം 12 ഷെയ്ഡ്സും സ്വാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇതുപോലെയാണ് വൈറ്റിലും ബ്ലാക്കിലും കാണുന്നത്. ബ്ലാക്കിൽ എനിക്ക് തോന്നുന്നു ആ കളറിനേക്കാളും കൂടുതൽ ആ ഒരു ഷൈനിങ്, ഷിമ്മറിങ് കുറച്ചധികം കാണുന്നുണ്ടെന്ന്. ഇനി ഇത് വെച്ചിട്ട് ഞാൻ 2 കുഞ്ഞു പെയിൻറ്റിങ്സ് ചെയ്യാണ്. ഇതിനെ നമ്മുടെ പെയിൻറ്റിങ്സിൽ നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചെറിയ 2 പെയിൻറ്റിങ്സ് ഞാൻ ചെയ്യാം. കുഞ്ഞു പെയിൻറ്റിങ്സ് ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു മെത്തേഡാണ് ബുക്ക് മാർക്സ്. ഞാനൊരു ഗാലക്സിയുടെ ഒരു ബുക്ക് മാർക്ക് ചെയ്യാണ്. ഇതിൽ ഫസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്തത് സാധാരണ നോർമൽ വാട്ടർ കളേഴ്സാണ്. അതിനിടയ്ക്ക് അവിടെയും ഇവിടെയൊക്കെ ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യുന്നേ ഉള്ളൂ മെറ്റാലിക് കളേഴ്സ്. അല്ലാതെ ഫുള്ളായിട്ട് മെറ്റാലിക് കളേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് ബോറായിരിക്കും. ആകെ ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കില്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ ജസ്റ്റ് നോർമൽ വാട്ടർ കളേഴ്സ് വെച്ചിട്ടാണ് ചെയ്തത്. ദെൻ അതായത് കളറിൻ്റെ സ്ഥാനത്ത് ആ കളറിലുള്ള മെറ്റാലിക് കളേഴ്സ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്.
ഇതാണ് അത് ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ കിട്ടിയ ലുക്ക്. ഇനി ഇച്ചിരി കൂടെ വലിയൊരു പെയിൻറ്റിങ് ചെയ്ത് നോക്കാം. മെറ്റാലിക് കളേഴ്സ് കുറച്ചധികം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു തീം എടുക്കാം. ഒരു മൂൺ പെയിൻറ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലും നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം ചെയ്തത് നോർമൽ വാട്ടർ കളേഴ്സ് വെച്ചിട്ട് തന്നെയാണ്. അതിനുശേഷം അവിടെ ഇവിടെയൊക്കെ ഞാൻ മെറ്റാലിക് കളേഴ്സ് ഒന്ന് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഷൈനിങ് എല്ലായിടത്തും വേണ്ട. ഈ യെല്ലോ പോർഷനിൽ ആദ്യം നോർമൽ വാട്ടർ കളേഴ്സിൻ്റെ ഒരു പോർഷൻ തന്നെയാണ്. പിന്നെ മെറ്റാലിക് വാട്ടർ കളേഴ്സ് യെല്ലോ ഓറഞ്ച് ഷെയ്ഡിലുള്ള 3 എണ്ണവും കുറേശ്ശെയായിട്ട് ഡ്രോപ്പ് ചെയ്ത് കൊടുത്തു. പേൾ സിൽവർ വെച്ചിട്ടാണ് സ്റ്റാർസ് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും ലാസ്റ്റ് നമുക്ക് മൂണിനെ ഒന്ന് കവർ ചെയ്തതിന് ശേഷം ടൈറ്റാനിയം വൈറ്റൊന്ന് അതുപോലെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ബുക്ക് മാർക്കിലും ചെയ്യുന്നുണ്ട്. ഇത് പിന്നെ മെറ്റാലിക് കളേഴ്സ് മാത്രം വെച്ചിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് വൈറ്റ് പേപ്പറിൽ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇപ്പം ഇതെല്ലാം ഡ്രൈ ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. ബുക്ക് മാർക്കിനൊരു ചരട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ജൂട്ടിൻ്റെ ത്രെഡാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിങ്ങനെ സ്വാച്ച് ചെയ്തിട്ട് പേരെഴുതി ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് എടുത്ത് വെക്കാം. പിന്നെ നമ്മൾ വേറൊരു പെയിൻറ്റിങ് ചെയ്യുമ്പോൾ അതിനൊരു റെഫറൻസ് ആയിട്ട് ഇത് വെക്കാം. ഇത് വെച്ചിട്ട് പെയിൻറ്റിങ്സ് ചെയ്യുമ്പോൾ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.